നവകേരള ബസ് ഓട്ടം നിർത്തി. ജൂലൈ 21 ശേഷം സർവീസ് നടത്തിയിട്ടില്ല. കോഴിക്കോട് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടി പിടിച്ച് കിടക്കുകയാണ് ബസ്. അറ്റകുറ്റപ്പണിക്കായാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയത്. കോഴിക്കോട് നിന്നാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് പിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതെന്നാണ് വിവരം. എന്നാൽ ഇതിനൊന്നും ആരും സ്ഥിരീകരണം നൽകുന്നുമില്ല. പക്ഷേ ബസ് ഓടുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ്. പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബാംഗ്ലൂർ എത്തി. ഉച്ചതിരിഞ്ഞ് 2:30-ന് തിരിച്ചു പോരുന്ന രീതിയിലാണ് സമയക്രമം. ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് യാത്രക്കാരെ നവകേരള ബസ് ഉപേക്ഷിക്കാൻ കാരണമാക്കിയത്. AC സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് 800 രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബാംഗ്ലൂർ ടിക്കറ്റ് ചാർജ്. ഒരു ദിവസം 40,000 രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാനാകൂ. എന്നാൽ പല ദിവസങ്ങളിലും 5-6 യാത്രക്കാരുമായി നവകേരള ബസ്സിന് സർവീസ് നടത്തേണ്ടി വന്നു. ഇതോടെയാണ് സർവീസ് നിർത്താൻ തീരുമാനിച്ചതെന്നാണ് സൂചന. നവകേരള ബസ്സിൽ 1250 രൂപയോളമാണ് ടിക്കറ്റ് ചാർജ്. എവിടെ നിന്ന് എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് നൽകണം. 26 സീറ്റുകളാണ് ബസ്സിലുള്ളത്. നിരക്ക് കുറച്ച് സീറ്റ് കൂട്ടി യാത്ര തുടരാനാണ് നീക്കമെന്നാണ് സൂചന. എങ്കിലും ആ ചരിത്ര ശുചിമുറി എടുത്തുമാറ്റുന്നത് പലവിധ ചർച്ചകൾക്ക് വഴിവെക്കും. ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയിരുന്നതെന്നാണ് വിവരം. എന്നാൽ പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഉത്തരവും KSRTC ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായില്ല. ഇതിനാൽ വർക്ക്ഷോപ്പിന്റെ മൂലയിൽ പൊടി പിടിച്ച് കിടക്കുകയാണ് ബസ്. കോടികൾ മുടക്കി വാങ്ങിയ ബസ് നവകേരള യാത്ര കഴിഞ്ഞ് മറ്റ് സർവീസുകൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ബസ് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്ന വിമർശനം ശക്തമായതോടെ മെയ് 5 മുതൽ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ ഓടിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ബാത്റൂം ടാങ്കിന് ചോർച്ച. യാത്രക്കാർ ഇല്ലാത്തതുമൂലം നിരവധി തവണ സർവീസ് മുടങ്ങി. ആദ്യ ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പിന്നീട് വാരാന്ത്യങ്ങളിലും ആരംഭത്തിലും മാത്രമാണ് ബസ്സിൽ മുഴുവൻ സീറ്റുകളിലും ആളുകളുമായി യാത്ര ചെയ്തിരുന്നത്. ഈ ബസ്സിൽ എന്ന് പണി തുടങ്ങുമെന്നോ തിരികെ റോഡിൽ ഇറക്കുമെന്നത് സംബന്ധിച്ചോ KSRTC ഡിപ്പോ അധികൃതർക്കോ വർക്ക്ഷോപ്പ് അധികൃതർക്കോ മറുപടിയില്ല. ബസ് നിരത്തിൽ നിന്ന് പിൻവലിക്കാനാണ് കട്ടപ്പുറത്ത് കയറ്റിയിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തിലുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത്. അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.